ഹായ് നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ വീഡിയോസ് ഇടുന്നതിൻ്റെ സമയത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അല്ലെങ്കിൽ സമയത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സമയത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഞാനും ആദ്യം വീഡിയോ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനും അധികം കാര്യമാക്കിയിരുന്നില്ല. ഞാൻ വീഡിയോസ് എല്ലാം ഷോർട്സാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിലുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലോട്ട് കിടക്കാം. നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സമയത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന സമയത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, നമ്മളുടെ വീഡിയോ വൈറലായത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോസ്, കൂടുതലായിട്ട് നമ്മൾ എപ്പോഴാണ് നമ്മുടെ വ്യൂസ് കൂടുതൽ കിട്ടാറുള്ളത്, ആ സമയം നോക്കിയിട്ട് ഡെയിലി ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ വ്യൂവേഴ്സ് യൂട്യൂബിൽ ആക്റ്റീവായിരിക്കുന്ന ഒരു സമയമാണ് നമ്മളുടെ വീഡിയോ വൈറലാവാൻ സാധ്യത. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ഫസ്റ്റ് ഇത്ര വ്യൂവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് പിന്നീട് നമ്മുടെ വീഡിയോസ് ഷെയർ ആവുകയും അല്ലെങ്കിൽ വീഡിയോസിന് റീച്ച് കൂടുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ഇന്ന് ഒരു വീഡിയോ രാത്രി 10 മണിക്ക് ഇടുന്നു, നാളെ ഒരു വീഡിയോ പകലിടുന്നു, ആ രൂപത്തിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസിനാണെങ്കിലും ഷോർട്സിനാണെങ്കിലും റീച്ച് കിട്ടില്ല എന്നുള്ളതാണ്. എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കാണിക്കാം. എൻ്റെ വീഡിയോസിൽ എൻ്റെ ഷോർട്സിനായിട്ട് ഒരു ദിവസം തന്നെ ചിലപ്പോൾ 2 ഷോർട്സ് വീഡിയോസ് അല്ലെങ്കിൽ 3 ഷോർട്സ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരേ സമയം തന്നെയാണ് ആ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവും ഡെയിലി. ആ സമയത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളെ ഓഡിയൻസ് ആ വീഡിയോസ് അല്ലെങ്കിൽ നമ്മളെ ഷോർട്സ് യൂട്യൂബ് തന്നെ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ഇന്ന് വീഡിയോ ഇടുകയാണ്, അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ വീഡിയോ ഇടുന്ന വേറെ സമയമാകുമ്പോൾ നമ്മളെ ഓഡിയൻസിലേക്ക് യൂട്യൂബ് ആ വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് എത്തിക്കുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വ്യൂവേഴ്സ്, നമ്മുടെ ചാനൽ കാണുന്നവർ, ചാനൽ വാച്ച് ചെയ്യുന്നവർ ഏത് സമയത്താണോ നമ്മളുടെ വീഡിയോസ് നോക്കുന്നത്, ഷോർട്സ് നോക്കുന്നത്, അത് കണ്ടിന്യൂ ഡെയിലി ഒരേ സമയം. അപ്പോൾ മാക്സിമം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്താണ് ഞാൻ ഡെയിലി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ചെയ്തിട്ട് ഞാൻ ഡെയിലി സെയിം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം എൻ്റെ ഷോർട്സ് കാണുന്നത് ഡെയിലി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് കാണുന്ന ആൾക്കാർ തന്നെയാണ് എൻ്റെ ഷോർട്സ് കാണുന്നത് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോസ് ഒരു സമയം അപ്ലോഡ് ചെയ്ത് നാളെ വേറെ സമയം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർ സജസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഞാൻ വീഡിയോസിൽ ഒരുപാട് ഷോർട്ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്, എൻ്റെ ഒരുപാട് വീഡിയോസിന് നല്ല വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ഒരേ സമയം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഡെയിലി ഒരേ സമയം തന്നെ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ റീച്ച് കൂടാനും അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബർ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡെയിലി വീഡിയോസ് അല്ലെങ്കിൽ ഡെയിലി ഷോർട്സ് ഇടുമ്പോൾ നിങ്ങൾ ഒരു ഷോർട്സ് മാത്രമായിട്ട് ഇടാതിരിക്കുക. ഷോർട്ട് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ 2-3 ഷോർട്ട് ഇടുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ഷോർട്ട് ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെടുകയാണ്, നമ്മളുടെ യൂട്യൂബിൽ നമ്മുടെ ചാനൽ കാണുന്ന ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അടുത്ത ഷോർട്ടും കാണാനായിട്ട് ശ്രമിക്കും. കാരണം അവർക്ക് ഇഷ്ടപ്പെടണമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഷോർട്സ് നമ്മൾ ഒരു ദിവസം 1 മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ, ഒരു പക്ഷേ നമ്മളുടെ വീഡിയോസ് ഒരു വട്ടം കണ്ടു, പിന്നെ നമ്മൾ ഷോർട്സ് അടുത്തത് കാണുന്നത് അടുത്ത ദിവസമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ കൂടുതലായിട്ട് അവരിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ 3 വട്ടം നമ്മൾ അല്ലെങ്കിൽ 3-4 ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവർ നോക്കുമ്പോൾ നമ്മുടെ ചാനലിലത്തെ വീഡിയോസ് കാണാണ്. പിന്നീട് അവർ യൂട്യൂബ് തുറക്കുന്ന സമയത്ത് അവരുടെ ഹോം പേജിൽ നമ്മളുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ഷോർട്സ് യൂട്യൂബ് അവരുടെ ഹോം പേജിൽ കാണിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഷോർട്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഡെയിലി
വീഡിയോസ് ആണെങ്കിൽ ഒരെണ്ണം വീതം, കാരണം 2 വീഡിയോ 3 വീഡിയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് ഒരുപാട് സമയം അതിന് വേണ്ടി വരും. അപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും അത് പറ്റുകയൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ ഷോർട്സ് ചെയ്യുന്ന സമയം അധികം സമയം വേണ്ട, കാരണം ഒരു 30 സെക്കൻഡ് ഷോർട്സ് ആണല്ലോ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ 40 സെക്കൻഡ് ഷോർട്ടാണല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് അധികം സമയം കളയേണ്ടതായിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾ ഷോർട്സ് ചെയ്യുന്ന സമയത്ത് ഒരെണ്ണമല്ലാതെ 2-3 ഷോർട്സ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മളുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ വ്യക്തി, ഇപ്പോൾ ഞാൻ തന്നെ ഒരാളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആളുടെ അടുത്ത വീഡിയോസ് എടുത്ത് നോക്കും, അത് ഷോർട്സ് ആണെങ്കിലും. അപ്പോൾ നമ്മൾ വീണ്ടും നാളെ യൂട്യൂബ് തുറക്കും, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം തുറക്കുമ്പോഴും നമുക്ക് അവരുടെ വീഡിയോസ് നമുക്ക് എന്താക്കും, സജസ്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചുകൊണ്ടിരിക്കും യൂട്യൂബ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോസ് ചെയ്യുന്നത് എന്നും ഒരേ സമയം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾ 1, 2, 3 ആയിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഒരുപാട് ലോങ് ആയിട്ടുണ്ട്, പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡെയിലി ഒരേ സമയത്ത് തന്നെ നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തേത്, ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു ദിവസം 1, 2, 3, 4 ഷോർട്സ് വരെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ നാളെ കാണാം. നന്ദി, നമസ്കാരം.